പെരിയാർ കടുവ സങ്കേതത്തിൽ കേന്ദ്ര വന്യജീവി ബോർഡ് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടന്നു. വന്യമേഖലകളിൽ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലും സംഘം പരിശോധന നടത്തും. 2 സങ്കേതങ്ങളിലുമായി ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശത്ത് 3000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, 3000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലാണ് പെരിയാർ കടുവ സങ്കേതത്തിൽ കേന്ദ്ര വന്യജീവി ബോർഡ് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. കൂടുതൽ വിവരങ്ങൾ. ഈ ജനവാസ മേഖല വനഭൂമിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് വർഷങ്ങളായുള്ള ഒരു ആവശ്യം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്. പ്രധാനമായും പെരിയാർ കടുവ സങ്കേതത്തിലും അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലുമാണ് ഈ ഒരു ജനവാസ മേഖലയിൽ വനമേഖലയിൽ ഉൾപ്പെടുന്ന ജനവാസ മേഖലയുള്ളത്. ആ മേഖലകൾ ഒഴിവാക്കിയെടുക്കുന്നതിനാണ് ഈ കേന്ദ്ര വന്യജീവി ബോർഡ് നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. പെരിയാർ കടുവ സങ്കേതത്തിൽ ഉൾപ്പെട്ട പമ്പ വാലി, ഏഞ്ചൽ വാലി മേഖലകളും അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന ജനവാസ മേഖലകളിലുമാണ് ഈ പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വനമേഖലയിൽ നിന്ന് ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വന്യജീവി ബോർഡ് ശുപാർശ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന. വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ രമൺ സുകുമാരൻ, ദേശീയ വന്യജീവി വിഭാഗം ഇൻസ്പെക്ടറായിട്ടുള്ള ജനറൽ രഘുപ്രസാദ്, അതുപോലെ തന്നെ സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ, ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി AIG ഹരിണി വേണുഗോപാൽ എന്നിവരാണ് ഈ ഒരു പരിശോധനകൾ നടത്തിയത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ ജനവാസ മേഖലയായ 8.97 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കി പകരം മൂന്നാർ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന നേര്യമംഗലം റേഞ്ചിലെ 10.16 ചതുരശ്ര വനപ്രദേശം തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് കൂട്ടിച്ചേർക്കാനായിട്ട് നിലവിൽ സംസ്ഥാന വന്യജീവി ബോർഡ് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായ പരിശോധന ഈ വിദഗ്ധ സംഘം നടത്തും. അതിനുശേഷം ഈ ഒരു സ്ഥലം, അതായത് ഈ നേര്യമംഗലം റേഞ്ചിൽ ഉൾപ്പെടുന്ന ഈ ഒരു സ്ഥലം തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് ചേർക്കുകയും ഈ ജനവാസ മേഖല അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഈ പെരിയാർ കടുവ സങ്കേതത്തിൽ ഉൾപ്പെട്ട പമ്പ വാലി മേഖലയിലെ 5 ചതുരശ്ര കിലോമീറ്റർ ആണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. ഇതിന് മറ്റൊരു ഭൂമി വനഭൂമിയായി വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ആ ഭൂമി എവിടെ കൊടുക്കണം അല്ലെങ്കിൽ എവിടെ കണ്ടെത്തണം എന്നുള്ളതിലും കൃത്യമായി പരിശോധന ഈ ഒരു സംഘം നടത്തിയിട്ടുണ്ട്. ഈ 2 സങ്കേതങ്ങളിലുമായി ഏകദേശം 3000-ഓളം കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു അനുകൂലമായ ഒരു നിലപാടുണ്ടായാൽ, അല്ലെങ്കിൽ ഈ സ്ഥലം മാറി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഒരു നിലപാടുണ്ടായാൽ അത് ഈ 3000-ഓളം കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനകൾക്കെല്ലാം ശേഷം വരുന്ന ആഴ്ചയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിൽ ഈ ഒരു വിദഗ്ധ സംഘം സമർപ്പിക്കുകയും ചെയ്യും.